ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയോട് മനുവിനൊരു അടുപ്പമുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഈ കമലയ്ക്ക് ഈ വൈജ. അത് കേട്ടപ്പോൾ മനുവിന് അങ്ങനെ അവളോട് താല്പര്യമൊന്നുമില്ല. അവനാണല്ലോ പോയി അവളെ കഴക്കൂട്ടത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്നത്. അതിൻ്റെതായ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്, അല്ലാതെ വേറൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ എന്തായാലും സൂക്ഷിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ അടുക്കള സ്ലാവും ചാരി നിന്ന് അവള് ചെറുക്കനെയും കൊണ്ട് പോകും എന്ന് വൈജ പറയുമ്പോൾ ഇത് എന്തോന്ന് വൈജ ഇനിയും പറയുന്നതെന്ന് ചോദിച്ചു. പ്രേമം തലയ്ക്ക് പിടിച്ച പിന്നെ എന്നതാ ചെയ്യാൻ മേലാത്ത, ഹിമാലയം ചാടി കിടക്കും. അവസാനം കൈതയ്ക്കൽ മാളിക വീടിന്റെ താക്കോലെ അവളുടെ കയ്യിൽ ഇരിക്കുമെന്ന കാര്യമൊക്കെ പറഞ്ഞ് വൈജ കമലയെ ഇങ്ങനെ പിരികേറ്റി വിടുവാണ്. അതൊക്കെ കേട്ട് ഒരു ചിരിയും ചിരിച്ച്, മരിക്കുന്ന മുൻപേ വൈജയുടെ അച്ഛൻ ചെയ്തു വെച്ചിട്ട് പോയ പണിയല്ലേ ഇത് എന്ന് കമല ചോദിക്കുക വൈജയോട്. എന്റെ അച്ഛനെ മാത്രം പറയണ്ട, ശിവേട്ടനെയും കൂടി അച്ഛനാ പറയണ്ട എന്നും പറഞ്ഞിങ്ങനെ കമല. ആ എന്നാലും സ്വന്തം മകളുടെ കുടുംബം കലക്കാൻ പറ്റിയല്ലോ വയസ്സാം കാലത്ത്, അത്രയും ഗുണം ഉണ്ടായല്ലോ എന്ന് കമല പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയുടെ ഫോൺ റിങ് ചെയ്തു. അപ്പോ അമ്മയാ വിളിക്കുന്നത്. അമ്മയുടെ ഫോണ് വൈജാങ് എടുത്തു. ഹലോ, ഞാനാ നിന്റെ അമ്മ സൗദാമിനി. എന്താ അമ്മയെ വിളിച്ചേ? നീ ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു. നീ എന്താ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? നീ ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങിപ്പോയതാണല്ലോ. എന്നെ ആരും അന്വേഷിക്കണ്ട. അതെന്നാ, നീ എവിടെയാണെന്നൊന്ന് പറയാൻ പറഞ്ഞു അമ്മ. ഞാൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? അമ്മയുടെ ഇഷ്ടക്കാരെല്ലാം അവിടെ ഉണ്ടല്ലോ, പിന്നെ ഇനിയിപ്പോ എന്നെ എന്തിനാ അന്വേഷിക്കുന്നേ? ഇവിടെ രണ്ടുമൂന്ന് പിള്ളേരുണ്ടല്ലോ, അവരെന്നാ ചെയ്യണമെന്ന് ചോദിക്കുമ്പം അമ്മ ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യണ്ട, അവിടെ എങ്ങാനും അടങ്ങി കിടന്നാ മതി. എന്റെ മക്കളെല്ലാം സ്വന്തം കാര്യം നോക്കാനേ പ്രാപ്തിയായവരാണെന്ന് പറയുമ്പോ നീ കൊല്ലപ്പള്ളിയിലാണോ അടിയുള്ളത്? ഞാൻ ഏത് പള്ളിയിലായാലും അമ്മയ്ക്കിപ്പൊ എന്നാ? അമ്മയുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ നടക്കണില്ലേ? പിന്നെ എന്തിനാ അമ്മ എന്നെ അന്വേഷിക്കുന്നേ? ഇപ്പൊ നീ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ വരുന്നില്ല. അങ്ങോട്ട് വന്നിട്ട് എന്നാത്തിനാ? ഇപ്പൊ കമല ഇങ്ങനെ നോക്കുക. ഞാനല്ലേ ഇപ്പൊ ആർക്കും വേണ്ടാത്തവള്, എല്ലാവർക്കും വേണ്ടപ്പെട്ടവളെ അവിടെ ഉണ്ടല്ലോ, അത് നിങ്ങള് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ നീ എല്ലാം വെച്ചൊഴിഞ്ഞു കൊടുത്തോന്ന് ചോദിക്കുമ്പം ഞാൻ ഒഴിഞ്ഞു പോണം എന്ന് ആഗ്രഹമുള്ളവർ കാണും അവിടെ. അതിന് വെച്ച വെള്ളവേ അങ്ങ് വാങ്ങിയേക്കാൻ പറയാനായിട്ട് വൈജയന്തി പറയുക. അത് കേട്ടപ്പോ ഓ, അപ്പൊ നീ സന്യസിക്കാൻ പോകുന്നില്ല? കഷ്ടം. അതിനുള്ള സമയമാകുമ്പോഴേ ഞാൻ പറയാം എന്ന് വൈജ പറയുമ്പോ, എടി നീ എന്തിനാടി എന്നോട് ചൂടാവുന്നേ? ഞാൻ നിന്നെ വല്ലതും ചെയ്തോ എന്ന് അമ്മ ചോദിക്കുമ്പം അമ്മയ്ക്കും കൂറ് എവിടെയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഉണ്ണുന്നത് എന്റെ ചോറും. അപ്പൊ പൊടി അവിടുന്ന്. ഞാൻ ബാലചന്ദ്രന്റെ ചോറാടി ഉണ്ണുന്നത്. നിന്റെ ശമ്പളം മുഴുവൻ നീ സമ്പാദിക്കല്ലേടി? 5 പൈസ പോലും ചെലവാക്കാതെ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാ സമ്പാദിക്കുന്നേ? കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എനിക്ക് വേണ്ടി. പരലോകത്തേക്ക് ചെല്ലുമ്പോഴേ എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഉള്ള വഹയടി അതെന്നൊക്കെ അമ്മ പറയുമ്പോ അമ്മ ഫോൺ വെച്ചേ. വെറുതെ എന്തിനാ അതും ഇതൊക്കെ പറഞ്ഞ് മുഷീന്നേന്ന് ചോദിക്കുമ്പം ഞാൻ വെച്ചേക്കാവേ. കമല ആട്ടുന്നതിന് മുന്നേ അവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം, അതാ നിനക്ക് നല്ലതെന്നും പറഞ്ഞ് അമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തണ്ടേന്ന് ഫോൺ വെച്ച് കഴിഞ്ഞ് ചെന്നിരിക്കുന്ന വൈജയോട് കമല ചോദിക്കാം, ഞാൻ ശിവേട്ടനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? അപ്പൊ ശിവേട്ടനെ വിളിച്ചിട്ട് ഇപ്പൊ എന്നാത്തിനാ? ശിവേട്ടൻ വരുവോ ഇങ്ങോട്ട്? നിങ്ങളുടെ വഴക്ക് തീർക്കാൻ വേണ്ടി ലീവ് എടുത്ത് ഫ്ലൈറ്റും പിടിച്ച് വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഫോണില് ബാലചന്ദ്രനെ വിളിച്ച് കോംപ്രമൈസ് ആക്കാൻ വല്ലതും നോക്കുമായിരിക്കും എന്നൊക്കെ പറയുമ്പോ ബാലചന്ദ്രനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്നേ. രാജീവനും ശിവേട്ടനും കൂടി വരണം. രാമുണ്ണി അമ്മാമ്മയുടെ മക്കളെ കൂടി വിളിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആള് കളിച്ച് വലിയ ഡയലോഗുകൾ ഇറക്കുവാണ്. 4-5 ആണുങ്ങൾ ബാലചന്ദ്രന്റെ മുന്നിൽ ചെന്ന് നിന്നങ്ങ് സംസാരിക്കണം. അപ്പൊ ബാലചന്ദ്രൻ ശരിക്കും ഒന്ന് പേടിക്കും എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ പറയുമ്പോ ഉണ്ടല്ലോ, അതല്ലാതെ നമ്മൾ അവിടെയും ഇവിടെയും നിന്ന് ഫോൺ വിളിച്ച് പറയുന്നത് കൊണ്ട് ഒരു ഫലവും ഉണ്ടാവും എനിക്ക് തോന്നണില്ല എന്നും പറഞ്ഞു. എല്ലാരും എബ്രോഡല്ലേ വൈജ, നിന്റെയും ബാലചന്ദ്രന്റെയും സൗന്ദര്യപ്പണക്കം തീർക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി ഫ്ലൈറ്റും പിടിച്ച് ഇങ്ങോട്ട് വരുവോ എന്ന് കമല ചോദിക്കുമ്പോ ഇനി ചിരിച്ചു വൈജ. ആരുടെയെങ്കിലും മരുപ്പിന് വരാൻ പോലും ഭയങ്കര മടിയാ അവർക്ക്. അന്നേരവാ തടിമാടന്മാര് 3 ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? പെങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഒരാങ്ങളെയും കാണത്തില്ല. ഒരാളുണ്ടായിരുന്നല്ലോ, ഗംഗേട്ടൻ. ഓ നന്നായി. ഗംഗേട്ടൻ ബാലചന്ദ്രന്റെ സൈഡും പറഞ്ഞ എനിക്കിട്ട് അടിയും തന്നിട്ടാ പോയത്. നല്ല ഏട്ടനാന്ന് പറയുമ്പോ അതൊക്കെ എന്റെ ആങ്ങളമാര്. ശിവേട്ടന് എന്റെ നേർക്ക് ഒരു കണ്ണുരുട്ടി കാണിച്ചാ മതി, പാഞ്ഞു വരൂ അവരെന്നൊക്കെ പറഞ്ഞ് കമല വൈദ്യയോട് പറയുക. ശിവേട്ടനെ വരച്ച വരയിൽ അവര് നിർത്തുമെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടും പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു എന്റെ ആങ്ങളമാര്. ബാലചന്ദ്രൻ എനിക്കൊരു ലവ് ലെറ്റർ തന്നതിനാ അച്ഛനും ആങ്ങളമാരും കൂടി വീട്ടുമുറ്റത്ത് വിളിച്ചു വെച്ച് ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി പഴയ കഥകളൊക്കെ കമലയുടെ മുന്നിൽ ഇരുന്ന് വിളമ്പുക. അവരുടെ ആ ശൗര്യമൊക്കെ എവിടെ പോയോ എന്തോ. വൈജയ്,
ദേ നീ എന്തായാലും വിട്ടുകൊടുക്കാനൊന്നും പോകണ്ട. മക്കളെ മൂന്നിനെയും നിന്റെ കയ്യിൽ നീ എടുത്തോ. കരഞ്ഞും പറഞ്ഞും എങ്ങനെയെങ്കിലും മക്കളെ നീ വശത്താക്കണം. കൃഷ്ണമോളെ അച്ഛന്റെ സൈഡാ എന്ന് വൈജ പറയുമ്പം അവളെ കൂടി നിന്റെ പക്ഷത്ത് നീ ചേർക്കണം. എന്നിട്ട് നിങ്ങൾ 4 പേരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അവളെ പുകച്ച് പുറത്ത് ചാടിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കമല വൈജയ്ക്ക്. ഇതൊക്കെ ആയിട്ട് വൈജ ഇരിക്കുക. രോഹിക്ക് ഇത്രയും പ്രായമായില്ലേ, അവൻ ബാലചന്ദ്രന്റെ അടുത്ത് കൈ ചൂണ്ടി തന്നെ പറയണം, അച്ഛാ അച്ഛന്റെ ഫ്രോഡ് പണിയും ഉടായിപ്പും ഇനി ഈ വീട്ടിൽ നടക്കത്തില്ലാന്ന് പറയിപ്പിക്കണം വൈജെ. അവരങ്ങനെയൊന്നും പറയാനുള്ള ധൈര്യമൊന്നും കാണിക്കത്തില്ല കമലടുത്തി. അന്നേരം വൈജെ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിന്റെ പിടിവിട്ടു പോകും, അത് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു കമല വിഷം കുത്തി വെച്ച് പറഞ്ഞു വിടുവോ വൈജെ. ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി റൂമിൽ കിടക്കുമ്പോൾ അലീന റൂമിലേക്ക് കയറി വന്നു. അപ്പൊ മേഡത്തിന്റെ കാര്യം ഇങ്ങനെ ഇവര് പറയോ, അവള് കൊല്ലപ്പള്ളിയിലുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശി നമ്മുടെ അലീനയോട് പറയൂ കേട്ടോ. അത് കേട്ടപ്പോ അലീന ദൈവമേന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണോ എന്ന് ചോദിച്ചു. അന്നേരേടി കൊച്ചേ, ഈ ദേഷ്യം എന്ന് പറയുന്ന സംഗതി എപ്പോഴും ഒന്നുപോലെ ആർക്കെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റുമോ? അത് വരും പോകും, പിന്നെയും വരും പോകും. അപ്പൊ ഇന്ന് തന്നെ മേഡം തിരിച്ചു വരുവോ? പിന്നെ ഇവിടുന്ന് പിണങ്ങിപ്പോയിട്ട് കമലയുടെ അടുത്ത് അങ്ങനെ ഇവിടെ കിടക്കുവോ? അത് നല്ല കളിയായല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി പറയാ. കമലയ്ക്ക് ഇടയ്ക്ക് കുത്താൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും അവള് പാഴാക്കില്ല. സത്യം പറഞ്ഞ കമലയ്ക്ക് വൈജയെ ഇഷ്ടമല്ല, വൈജയ്ക്ക് കമലയെയും ഇഷ്ടമല്ല. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് മുത്തശ്ശി. ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ അതൊന്നും അല്ല. സാറും മേഡവും തമ്മിലുള്ള വഴക്കൊക്കെ തീർത്തില്ലെങ്കിൽ കുട്ടികൾ അതിൽ നിന്ന് മുതലെടുക്കും. എന്നിട്ട് അവരെന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോൾ ചോദ്യം ചെയ്താൽ അവർ നേരെ മുഖത്ത് നോക്കി ചോദിക്കും, നിങ്ങൾ ചെയ്തതൊക്കെ ശരിയായിരുന്നോന്ന്. അങ്ങനെ ഒരു കുഴപ്പം ഇതിനകത്ത് കിടപ്പുണ്ട്. അത് നീ പറഞ്ഞത് ശരിയാ. അപ്പം മക്കൾക്ക് റോൾ മോഡലായിട്ട് നിന്ന് നേർവഴി കാണിച്ചു കൊടുക്കേണ്ടവരല്ലേ അച്ഛനും അമ്മയും. എന്നിട്ട് അവർ തമ്മിൽ കലഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മക്കൾ പിന്നെ ആരെ ആശ്രയിക്കും? ആരെ അവർ വിശ്വസിക്കുക? അവരുടെ സുരക്ഷിത ബോധം അത് നഷ്ടപ്പെട്ടു പോവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ നീ പറഞ്ഞത് ശരിയാ. വൈജയ്ക്ക് ഇങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലേ ആവോ? അവനവന്റെ മക്കളല്ലേ എല്ലാത്തിനേക്കാളും വലുത്. അങ്ങനെ അവർക്ക് ഒന്ന് ചിന്തിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി അവിടെ ഇരുന്ന് പറയോ നമ്മുടെ അലീനയോട്. ബബിതയുടെ പോക്ക് കണ്ടിട്ട് ഏതെങ്കിലും ഒരു കുരുക്കിൽ ചെന്ന് ചാടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന കാര്യം അലീന പറഞ്ഞു. അവൾക്ക് നല്ല ശ്രദ്ധ കിട്ടേണ്ട സമയം ഇത്. കൃഷ്ണമോള് പിന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയാണ്. അവൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം, അവളുടെ കൂടെ നിൽക്കണം. അങ്ങനെയൊക്കെ അവള് രക്ഷപ്പെട്ടു പോരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ അലീന. രോഹിത് അധികം വൈകാതെ ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്ന കാര്യവും അലീന പറഞ്ഞു. ഹരിശങ്കറുമായിട്ടുള്ള കൂട്ടുകെട്ടാതെ ഇപ്പോഴും ഉണ്ട്, അത് അവന് ദോഷം ചെയ്യുമെന്നും പറയുവാണ്. ഇതൊക്കെ ആരാ കാണേണ്ടത്? ഞാനാണോ കാണേണ്ടത്? ആദ്യം അവരുടെ അമ്മ, പിന്നെ അച്ഛൻ, അത് കഴിഞ്ഞു മറ്റു കുടുംബാംഗങ്ങള്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട സമയല്ലേ ഇപ്പോ? വാസ്തവത്തില് എനിക്ക് ഒരു റോളും ഇല്ല മുത്തശ്ശി, വെറും ഒരു കാഴ്ചക്കാരി മാത്രമാണ് ഞാനെന്ന് പറയുമ്പം ബാലനും വൈജയും തമ്മിലുള്ള വടംവലി നിർത്താൻ എന്താ ഇവിടെ ഒരു മാർഗം എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം ഒരൊറ്റ മാർഗേ ഉള്ളൂ. മേഡം എല്ലാ ആയുധങ്ങളും താഴെ വെച്ച് കീഴടങ്ങുക, സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന ഇങ്ങനെ മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയും. അങ്ങനെയല്ലാതെ ഇത് തീരത്തില്ല മുത്തശ്ശി, തീരാൻ പോണില്ല എന്ന് പറയുമ്പം വൈജയെ കൊന്നാലും അവള് ബാലചന്ദ്രന്റെ മുന്നിൽ മടക്കത്തില്ല എന്ന് പറയുമ്പം ആർക്കാ മുത്തശ്ശി നഷ്ടം? മേഡത്തിന് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. തോൽക്കുമ്പോ എല്ലാവരും ഒന്നിച്ചാ തോൽക്കുന്നേ. കയറിയിരിക്കുന്ന വള്ളത്തിന്റെ അവിടെ ഇവിടെയും തോള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വള്ളം മുങ്ങുമ്പോ എല്ലാവരും കൂടിയല്ലേ മുങ്ങുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന ചോദിച്ചു. അപ്പൊ നീ പറയുന്നതെല്ലാം ശരിയാ, പക്ഷെ അവളോട് പറയാനേ ആരും ഇല്ല. ആര് പറഞ്ഞാലും അവള് കേൾക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് പിന്നെ ഇനി വരുന്നത് പോലെ എല്ലാം അനുഭവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുക കേട്ടോ. പിള്ളേരുടെ കഷ്ടകാലം, അല്ലാണ്ട് പിന്നെ ഇതിനിപ്പോ എന്നാ പറയാനാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുത്തശ്ശി സമാധാനിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അലീനയ്ക്ക് സമാധാനം കിട്ടൂല്ല. ഈ സമയത്ത് കമലയും വൈജയും കൂടെ അവിടെ നിന്ന് ആരെയൊക്കെയോ ഫോൺ വിളിക്കുക. എന്നിട്ട് സെർവൻറ്റിന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ച് ഓരോന്നൊക്കെ സെറ്റാക്കി. എന്നിട്ട് ഹോം നേഴ്സ് റെഡിയാ, പ്രായം എത്ര ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് ചോദിക്കുന്നു. ചെറുപ്പക്കാരൊന്നും വേണ്ട, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല വൈജെ, അവര് തരുന്ന ആളിനെ കൊണ്ടുപോകുക, അത്രേ ഉള്ളൂ. പ്രായവും സൗന്ദര്യവും നോക്കി ആരെയും സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല എന്നൊക്കെ കമല പറയുമ്പം ആരെയാണെങ്കിലും വേണ്ടില്ല, മറ്റവളെ അവിടെ നിന്ന് ഓടിക്കണം, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു വൈജ കമലയോട്. അല്ല, ഈ പുതിയ ഹോം നേഴ്സിനെ ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ശരിയാണല്ലോ ഇങ്ങനെ വൈജയന്തി ഒരു സെക്കൻഡ് നേരത്തേക്ക് ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുക.
അതിന് ബാലചന്ദ്രന്റെ ഇഷ്ടം ആര് നോക്കുന്നു എന്ന് വൈദ്യ ചോദിക്കാം. ബാലചന്ദ്രനെ ഇഷ്ടപ്പെടേണ്ട കാര്യവും ഇല്ല. എന്റെ അമ്മയെ നോക്കാനുള്ള ഹോം നേഴ്സിനെ ഞാനാ നിശ്ചയിക്കുന്നെന്ന് പറയുമ്പോ അത് ശരിയാ, എന്നാലും പക്ഷെ ബാലചന്ദ്രനെ കെയർ ചെയ്യാനേ അതിനല്ലേ ഞാനുള്ളത്, ഞാൻ ലീവ് എടുത്ത് നിന്ന് നോക്കിക്കോളാം. അപ്പോ അല്ല, നിന്നെ വേണ്ടല്ലോ ബാലചന്ദ്രന്, അതാ ചോരയും നീരുമുള്ള പെമ്പിള്ളേരുള്ളപ്പോ എന്തിനാ ഈ തൈക്കളവിയെ എന്ന് കമല ചോദിക്കുമ്പോ എനിക്ക് വേണ്ടിയിട്ട് എന്റെ മക്കള് സംസാരിച്ചോളും, അവരെന്നോട് സമ്മതിച്ചിട്ടുണ്ടെന്നൊക്കെ പൈസ ഇങ്ങനെ പറയുന്നു. കൃഷ്ണമോള് പറഞ്ഞു വഴക്ക് തീരുമെന്നുണ്ടെങ്കിൽ അവളും എന്റെ കൂടെ നിൽക്കാമെന്ന്, അമ്മയെ കൊണ്ട് ഞാനത് സമ്മതിപ്പിച്ചോളാം എന്ന് വൈദ്യ പറയുമ്പം എന്നിട്ടും ബാലചന്ദ്രൻ വഴങ്ങിയില്ലെങ്കിലോ? പിള്ളേരുടെ അടുത്ത് അഭ്യാസം ഒന്നും നടക്കത്തില്ല, രോഹിമോൻ സംസാരിച്ചോളും ബാലചന്ദ്രനോട്. വാ എന്ന് പറഞ്ഞ കമല. അപ്പൊ രണ്ടും കൽപ്പിച്ചാണല്ലേ? അപ്പൊ അതെ കമലയെടുത്തി, രണ്ടും കൽപ്പിച്ച് തന്നെയാ. ആത്മഹത്യ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈദ്യ ഇങ്ങനെ നിൽക്കുമ്പോ എന്താണ് കമല ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും കമലയ്ക്ക് ഇതൊക്കെ അങ്ങോട്ട് ദഹിച്ചു നന്നായിട്ട്. അവിടെ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈദ്യ അവിടെ എന്തൊക്കെയാ തപ്പുക. നേരത്തേക്കും കമലയുടെ കൊച്ചിറങ്ങി വന്നു. ആന്റി എന്താ ഈ നോക്കണേ? അപ്പൊ എന്റെ കാറിന്റെ കീ കാണുന്നില്ല. അല്ല എവിടെയാ വെച്ചതെന്ന് കൊച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബൗളിലാ വെച്ചത്, അതിപ്പോ കാണുന്നില്ല എന്ന് പറയുമ്പോ പെങ്കൊച്ചു അതിലെല്ലാം തപ്പാൻ നോക്കി. തപ്പി തപ്പി നടക്കുമ്പോഴത്തേക്കും ദേ ഹരിശങ്കർ കയറി വരുന്നു. പാടി കയറി വരുക. അന്നേരം എടാ നീ വൈദ്യയുടെ കാറിന്റെ കീ കണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവനൊരു വളിച്ച ചിരിയും ചിരിച്ചങ്ങ് ചെന്നിട്ട് ഇതല്ലേ സാധനം എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞോണ്ട് ഇവരന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഇത് നീ എടുത്തോണ്ട് എങ്ങോട്ടാ പോയേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹരിയുടെ ഒരു വളിച്ച ചിരി പറഞ്ഞ് ചിരിച്ചോണ്ട് ഇങ്ങനെ അവിടെ അവരുടെ അടുത്തേക്ക് വരുക. ഇപ്പൊ ഇവര് മൂന്നുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക. ആന്റി ഇന്നലെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴേ ഒരു അൺനെസസറി നോയ്സ് ഉണ്ടായിരുന്നു ബോണറ്റിന്റെ അടിയുന്നേ. അപ്പൊ എന്റെ കാറിന്റെ അടിയുന്നോ? അപ്പോ ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു നോക്കിയതാ. ചില കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോ എന്തിന്റെയൊക്കെയോ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നീ എവിടെ കൊണ്ടാ ചെക്ക് ചെയ്തേ ഒന്ന് പറഞ്ഞേ? ഞാൻ പാലാ ബസ് സ്റ്റാൻഡ് വരെ പോയിട്ട് വന്നതാണെന്ന് പറയുമ്പോ ഇവൻ എന്റെ കാർ എടുത്തോണ്ട് പോയി എന്തോ ഉടായ്പ കാണിച്ചിട്ട് വരികയാണെന്ന് വൈദ്യ പറയുമ്പോ അയ്യോ ഒന്നുമില്ല ആന്റി എന്നും പറഞ്ഞ അന്നേരം വൈദ്യ നിൽക്കുന്നു. കമല അന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. ഗേൾഫ്രണ്ടിനെ ക്ലാസ്സിൽ കൊണ്ട് വിട്ട് കാണുമായിരിക്കും എന്ന് അനിയത്തി പറയുമ്പോ നീ പൊടി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. അപ്പോ ദേ കമലയിടത്തി ഇവനെ ഒന്ന് സൂക്ഷിച്ചോ കേട്ടോ, സകല തരികടയുണ്ട് ഇവന്റെ കയ്യിലെന്നും പറഞ്ഞുകൊണ്ട് കമലയോട് ഇങ്ങനെ നമ്മുടെ വൈദ്യ പറയുമ്പോ രോഹിയ ഇവനെയും കൂടി വഴി പഴപ്പിക്കുന്നെ. വൈദ്യ അവനെ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് ഹരിയോട് ഇങ്ങനെ പറയുമ്പോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വൈദ്യ. ഇവൻ കടപ്പാട്ടൊരു വീട്ടിൽ വന്ന് കാണിച്ച കാര്യങ്ങളൊക്കെ കമലടുത്തേക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോ കമലയ്ക്ക് മിണ്ടാട്ടോ ഇല്ല. രോഹി ഒരിക്കലും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ വഴി പഴപ്പിക്കാനായിട്ട്, ഉണ്ടോന്ന് ചോദിച്ചു. എല്ലാം എനിക്കറിയാം. രണ്ടുപേരും കണക്കാണെന്ന് കമല. നമ്മൾ ഇനി രണ്ടുപേരും അതും പറഞ്ഞ് തല്ലു പിടിക്കൊന്നും വേണ്ട, വൈദ്യ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് വൈദ്യ പറഞ്ഞു വിടുക കമല. അപ്പൊ ഇവൻ ആ വണ്ടി എടുത്തോണ്ട് പോയപ്പോ എന്നോടൊന്ന് ചോദിക്കാനുള്ള മര്യാദ ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു എന്ന് വൈദ്യ ചോദിക്കുമ്പോ ചോദിച്ചാൽ ആന്റി തരത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അത് ശരിയല്ലേ? പൊന്നുമോനെ ഇതൊന്നും നല്ലതിനല്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വൈദ്യ അവിടെ നിന്ന് അങ്ങ് പോയി. വൈദ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ ഹരി ഒരു വളിച്ച തിരിയും ചിരിച്ച് പിന്നെ പോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ. പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പോയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അമ്മയും പെങ്ങളെയും ഒരു നോട്ടം. എന്നിട്ട് അവര് നോക്കി നിൽക്കുള്ളൂ എന്ന് ഓർത്തിട്ട് ഇവനെ അവിടെ നിന്ന് തടി തപ്പി അങ്ങ് പോയി. പിന്നെ കമല ഇവിടെ ആലോചനയായിട്ട് നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ വൈദ്യ വേലക്കാരിയായിട്ട് വീട്ടിലേക്ക് വരുന്നു. വേലക്കാരിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോ ബബിത ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുക കേട്ടോ. ഇതാരാ അമ്മയെന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ ഇത് സുമിത്ര, പുതിയ ഹോം നേഴ്സ് ആണെന്ന് പറഞ്ഞു. ആണോ? അച്ഛനെ നോക്കാനാണോ? അതിന് മാത്രമല്ല അമ്മയെ നോക്കാനും കൂടിയാണെന്ന് പറയുമ്പോ അപ്പൊ അലീനയോന്ന് ചോദിച്ചു ബബിതയെ. അവളെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെന്ന് പറഞ്ഞു. അതിന് അച്ഛൻ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോ അച്ഛനെ നോക്കാൻ ഹോം നേഴ്സ് വേണം എന്നല്ലേ ഉള്ളൂ, അതിന് അലീന തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. നീ വാ സുമിത്രേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുക. സുമിത്രേ ദേ അകത്ത് കയറി ചെന്നപ്പോ ഇതാണ് കിച്ചൺ, ഇതാണ് അമ്മ കിടക്കുന്ന റൂം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ടി വി ഇരിക്കുന്ന റൂം ഏതാന്ന് ചോദിച്ചു ഈ വന്ന പെണ്ണ് ചേച്ചി. അപ്പൊ ടി വി അപ്പത്തേക്കും കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ ഏതാ. അങ്ങനെ ചേച്ചിയുടെ നിയമങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു അന്തം വിട്ട് നിൽക്കുവാണ് നമ്മുടെ വൈദ്യ. അതെ എനിക്ക് സീരിയൽ എല്ലാം കാണണം, വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ എന്നും പറഞ്ഞോണ്ട് വൈദ്യ ഇങ്ങനെ നോക്കുക. പിന്നെ ഉച്ചക്കത്തെ സീരിയലും കാണണം, അത് 2:30 മുതൽ 5 വരെ. അത് കേട്ടപ്പോ അല്ല അപ്പൊ ജോലി ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു. രാവിലെ തന്നെ ജോലിയെല്ലാം ഞാൻ തീർക്കും, 12:30-ക്കുള്ളിൽ എന്റെ എല്ലാ പണികളും തീരും. വാ അമ്മയെ പരിചയപ്പെടാം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാ. അവിടെ ചെന്ന് വാതിലിൽ മുട്ടി. അലീന വന്ന് വാതിൽ തുറന്നു.
അന്നേരം ദേ നമ്മുടെ വൈജ അകത്തേക്ക് കയറി ചെന്നു. വൈജേ, നീ എപ്പോഴാണോടി വരുന്നേ? ഇന്നലെ പോയല്ലേടി നീ എന്ന് അമ്മ ചോദിച്ചു. നിനക്ക് ചോദിക്കാനും പറയാനും പിന്നെ ആരും ഇല്ലല്ലോ. അപ്പൊ ഞാൻ കൊല്ലപ്പള്ളിക്ക് പോയതാണെന്ന് വൈജ പറയുവാണ്. എന്റെ വീട്ടിൽ പോകാൻ ഞാൻ ആരോടൊക്കെ ചോദിക്കണമെന്ന് ചോദിക്കാമോ? നീ ബാലചന്ദ്രനോട് പറഞ്ഞായിരുന്നോ? എനിക്ക് മനസ്സിലായിരുന്നു പറയാനെന്ന് വൈജ അന്നേരം അമ്മയോട്. എന്നോട് പറഞ്ഞിട്ടാണോ ബാലചന്ദ്രൻ കോയമ്പത്തൂർക്ക് പോയത്? ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ, വേണ്ടേ? അപ്പൊ അമ്മയൊന്നും മിണ്ടിയില്ല. എന്നിട്ട് ആ പുള്ളിക്കാരി അകത്തേക്ക് വിളിച്ച് ഇങ്ങ് വരാൻ പറഞ്ഞു. ഇതാരാന്ന് ചോദിച്ചപ്പോ ഇതാണ് ഇന്ന് മുതൽ അമ്മയെ നോക്കാനുള്ള ഹോം നേഴ്സ് എന്ന് വൈദ്യ പറയുമ്പം, എന്നെ നോക്കാൻ അലീനയില്ലേ ഇവിടെ? പിന്നെ ഇതിനെ പുതിയ ആള്? അലീനയ്ക്ക് പകരം വന്നതാ. അവളിപ്പോ പോവല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവൾ എങ്ങോട്ട് പോകുന്നു? കഴിഞ്ഞ ദിവസം അവള് പറയുന്നത് അമ്മ കേട്ടതായിരുന്നില്ലേ? പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക, എപ്പോ വേണമെങ്കിലും പോകാൻ റെഡി ആണെന്ന്. അപ്പോ അവളോട് ബാലചന്ദ്രൻ പോകണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇനി ഇവിടെ നമുക്ക് വേണ്ട അമ്മേ, അവള് പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ പറയുക കേട്ടോ. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ നന്തം വിട്ട് ഇങ്ങനെ നോക്കും അലീനയുടെ നേരെ. അപ്പോ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടം. അലീന സങ്കടപ്പെട്ട് നിൽക്കുമ്പം, ഈ വന്നവർക്ക് അറിയാവോ പ്രായമായവരെ നോക്കാൻ, അതോ മൊബൈലും ടിവിയും കണ്ട് സുഖിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുമ്പം സുമിത്ര ഇങ്ങനെ നോക്കുവാണ് കേട്ടോ ഇഷ്ടപ്പെടാതെ. ഇവള് ഹോം നേഴ്സാ അമ്മേ എന്ന് അലീന പറഞ്ഞു. സോറി, വൈജയന്തി പറഞ്ഞു. അലീനയുടെ നേരെ നോക്കിയിട്ട്, നീ പണ്ടേ പോകാൻ തയ്യാറായിട്ട് ഇരിക്കല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം, ഞാൻ ഇന്ന് തന്നെ പോയിക്കോളാം. ബാലചന്ദ്രൻ സാറിനോടൊന്ന് പറയണം, അത്രേ ഉള്ളൂ കാര്യം എന്ന് പറയുമ്പോൾ, ബാലചന്ദ്രനോട് നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം പോയെന്ന്. നീ ഒന്ന് പോയേച്ചാ മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജയന്തി പറയാം. അപ്പൊ അലീന അങ്ങ് ഇറങ്ങിപ്പോയി. അലീന അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ വൈജയന്തി ഇങ്ങനെ അലീനയെ നോക്കുവാട്ടോ, തുറച്ച് പോയ അലീനയെ. അപ്പൊ അമ്മ, ബാലചന്ദ്രന്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നടി എന്ന് പറഞ്ഞപ്പോ, ബാലചന്ദ്രനെ പോലെ ജോലി ചെയ്യുന്ന ഒരാളാ ഞാനും, എനിക്ക് ഒരധികാരം ഇല്ല ഈ വീട്ടിലെന്ന് ചോദിച്ചുകൊണ്ട് അമ്മയെ ചോദ്യം ചെയ്ത് അമ്മയെ മുൾമുനയിൽ നിർത്തുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയോ അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.